ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പം CSEB-യിൽ ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ കൊണ്ടിരുന്നു ഈ ഹൗസിംഗ് സൊസൈറ്റീനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഈ ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, എ ഹൗസിംഗ് കോപ്പറേറ്റീവ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ ലീഗലി ഇൻകോർപ്പറേറ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് generally or limited means pursuing the same of course of meeting the common need of housing or its improvement based on mutual assistance. അതായത് നമുക്കറിയാം, സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പോലെ തന്നെ ഇറ്റ് ഈസ് ലീഗലി ഇൻകോർപ്പറേറ്റഡ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അതായത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ലീഗലി ഇൻകോർപ്പറേറ്റഡ് പേഴ്സൺസ് ആണ്. Generally, they have the limited means and they pursuing the same cause of meeting and they have the common needs of housing and its improvement. അപ്പം ഇവിടെ എന്താണെന്ന് പറയുന്നത്, ഒരു ലീഗലി ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. അവർക്ക് എന്താണ്, ലിമിറ്റഡ് മീൻസ് ആണ്, അവർക്ക് ഉള്ള കോമൺ നീഡ്സ് ആണ് ഹൗസിംഗ് ആവാം അവരുടെ കോമൺ നീഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആവാം. ഹൗസിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനോ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ആ ഒരു നീഡോട് കൂടി പ്രവർത്തിക്കുന്ന ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളെന്ന് പറഞ്ഞ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആ കോമൺ ഗോളും വെച്ചുകൊണ്ട് മുന്നിട്ട് പോകുന്ന ആൾക്കാർ. ഇൻ സച്ച് എ കോപ്പറേറ്റീവ് ദ മെമ്പർഷിപ്പ് ഈസ് വോളണ്ടറി. നമ്മൾ സാധാരണ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന പോലെ തന്നെ മെമ്പർഷിപ്പ് എന്താണ്, വളണ്ടറി ആണ്. കൺട്രോൾ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ്. മെമ്പേഴ്സ് മേക്ക് ആൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ കോൺട്രിബ്യൂഷൻ ടു ദ ക്യാപിറ്റൽ റിക്വയർഡ്. അപ്പോൾ ക്യാപിറ്റൽ റിക്വയർഡ് ആകുന്നതിൻ്റെ ബേസിൽ എത്രയാണോ ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ടുള്ളത് അതിന് അവരെന്ത് ചെയ്യുന്നു, ഈക്വൽ കോൺട്രിബ്യൂഷനാണ് അവർ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സ്ഥാനത്ത് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതെങ്കിലും അതായിരിക്കും ഏകദേശം ഇത് തന്നെയായിരിക്കും മീനിങ് ഉള്ളത്. കോമൺ നീഡ് ഓഫ് അവിടെയാണ് ചില മാറ്റങ്ങൾ വരുന്നത്. ഇനി നമ്മൾ ഈ ഹൗസിംഗ് സൊസൈറ്റിയുടെ അപ്പെക്സ് എന്ന് പറയുന്നത്, അപ്പെക്സ് ഫെഡറേഷൻസ് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത് 1970 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എറണാകുളമാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിയിൽ ആരൊക്കെ ആയിരിക്കും മെമ്പേഴ്സ് ആവുക, പ്രൈമറി സൊസൈറ്റീസ് ആയിരിക്കും അല്ലെ മെമ്പേഴ്സ് ആവുക. അപ്പോൾ ഏതൊക്കെയാണ് പ്രൈമറി സൊസൈറ്റീസ് ഉള്ളത്? ഒന്നാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ്. തേർഡ് വൺ ആണ് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. ഫോർത്ത് വൺ ടെനൻസി ഹൗസിംഗ് സൊസൈറ്റി. ഫിഫ്ത്ത് വൺ അതർ സൊസൈറ്റീസ്, അല്ലെങ്കിൽ അതിൽ കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ അപ്പെക്സ് ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ അല്ലെങ്കിൽ ഹൗസ് ഫെഡിൽ അംഗങ്ങളായിട്ടുള്ള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, ടെനൻസി ഹൗസിംഗ് സൊസൈറ്റി ആൻഡ് അതർ സൊസൈറ്റീസ്, അതിൽ അതായത് കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി. അപ്പോൾ ഈ ഒരു പേരിലുള്ളത് പോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് എന്തുള്ളത് ഇവ തമ്മിലുള്ളത്. മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമാണുള്ളത്. പക്ഷേ ആ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ നോട്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആൻസറുകൾ തെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് വൺ ആണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. എന്താ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ്, അതിലുള്ള മെമ്പേഴ്സിന് ഓൺ ലാൻഡ് ആണുള്ളത്. സ്വന്തമായിട്ട് അവരുടെ പേരിൽ തന്നെയാണ് എന്തുള്ളത്, ലാൻഡ് ഉള്ളത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, സൊസൈറ്റി പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ഫോർ ദ ഹൗസ് കൺസ്ട്രക്ഷൻ ടു ദ മെമ്പേഴ്സ്. അപ്പോൾ ഇവിടെ സൊസൈറ്റി എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, ലോങ് ടേം ലോൺസുകളാണ് മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹൗസ് കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്നത് പോലെ തന്നെ ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നത് പോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിലെ അംഗങ്ങളായിട്ടുള്ള ഇതിലെ മെമ്പേഴ്സിന്, കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയിലെ അംഗങ്ങളായിട്ടുള്ള അതിൻ്റെ മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു, ലോങ് ടേം ഫണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ആ ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ്, മെമ്പേഴ്സിന് തന്നെയാണ് അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, സൊസൈറ്റി അക്വയേഴ്സ് പർച്ചേസ് ലാൻഡ് കൺസ്ട്രക്ട് ഹൗസസ് സോൾഡ് ഹൗസ് ഓൺ ക്രെഡിറ്റ്. ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൊസൈറ്റി ഒന്നുകിൽ ഇവർ അതായത് ലാൻഡ് വാങ്ങിക്കും, ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഹൗസ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഹെഡിങ് നിങ്ങളത് നോക്കുക, ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റീസ് ആണ്.
അപ്പോൾ ഇവരെന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, ആദ്യം ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ആദ്യം ലാൻഡ് പർച്ചേസ് ചെയ്യും. ലാൻഡ് പർച്ചേസ് ചെയ്തിട്ട് അവിടെ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യും. ഹൗസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഈ ഹൗസാണ് ക്രെഡിറ്റിന് ഇവർ സെല്ല് ചെയ്തത്. ഈ ഹൗസാണ് അവർ ക്രെഡിറ്റിന് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയാണ്. സൊസൈറ്റി ലാൻഡ് പർച്ചേസ് ചെയ്തിട്ട് സൊസൈറ്റി എന്ത് ചെയ്യും, വീട് കൺസ്ട്രക്ട് ചെയ്യും. വീട് കൺസ്ട്രക്ട് ചെയ്തിട്ട് സൊസൈറ്റി എന്ത് ചെയ്യും, ക്രെഡിറ്റ് കൊടുക്കും. അപ്പോൾ മെമ്പേഴ്സ് എന്ത് ചെയ്യണം, മെമ്പേഴ്സ് ദേ ഹാവ് ടു പേ ദ വാല്യൂ ഓഫ് ഹൗസ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഹൗസിൻ്റെ വാല്യൂ ഒരുമിച്ചിട്ടല്ല കൊടുക്കേണ്ടത്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി ഓണർഷിപ്പ് നോക്കാം. ഓണർഷിപ്പ് ഓഫ് ദി ഹൗസ് എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് സെയിൽ മെമ്പേഴ്സിന് തന്നെയാണ്. അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത്, അതായത് വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവർക്ക് മെമ്പേഴ്സിന് തന്നെയാണ് ഇതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയാണ്. നേരത്തെ പറഞ്ഞത് കോഓപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയാണ്. ഇത് കോഓപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റീസാണ്. ഇവിടെയും സെയിം തന്നെയാണ് ഫംഗ്ഷൻ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി അക്വയേഴ്സ് പർച്ചേസ് ലാൻഡ് കൺസ്ട്രക്ട് ഹൗസസ് റെൻറ്റ് ഔട്ട് ടു മെമ്പേഴ്സ് അണ്ടർ HP സിസ്റ്റം ഓർ ഹയർ പർച്ചേസ് സിസ്റ്റം. ഇവിടെ എന്ന് പറയുന്നത് സൊസൈറ്റി ലാൻഡ് അക്വയർ ചെയ്യുന്നു, ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് കൊടുക്കുന്നു, മെമ്പേഴ്സിന് റെൻറ്റിന് കൊടുക്കുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഹയർ പർച്ചേസ് സിസ്റ്റം. ഇവിടെ ചെയ്യുന്നത് ഹയർ പർച്ചേസിൻ്റെ ബേസിലാണ് മെമ്പേഴ്സിന് ഈ ഹൗസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മെമ്പേഴ്സ് എന്താ ചെയ്യേണ്ടത്, പേ ദ വാല്യൂ ഓഫ് ഹൗസ് ഇൻ ദ ഇൻസ്റ്റാൾമെൻറ്റ്സ് 1/5 ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻ അഡ്വാൻസ്, ദ റിമൈനിങ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. സോ ഇവിടെ എന്ത് ചെയ്യണം, അതായത് ഹൗസ് നമ്മൾ സാധാരണ ഒരു വീട് എടുക്കുമ്പോൾ അഡ്വാൻസ് കൊടുക്കുന്നത് പോലെ മെമ്പേഴ്സ് വന്ന് ചെയ്യണം, ഈ വീട് എടുക്കണമെങ്കിൽ അതായത് അഡ്വാൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മൾ അഡ്വാൻസ് കൊടുക്കേണ്ടത്, ഏതെങ്കിലും ചെറിയ എമൗണ്ട് അല്ല അഡ്വാൻസ് കൊടുക്കേണ്ടത്. 1/5 ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻ അഡ്വാൻസ്. അതായത് ടോട്ടൽ ലാൻഡിൻ്റെയും ടോട്ടൽ ബിൽഡിങ്ങിൻ്റെയും കോസ്റ്റ് അതിൻ്റെ 1/5 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആസ് എ മെമ്പർ എന്ന നിലയിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം ലാൻഡിൻ്റെ തുക 2 ലക്ഷം, ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ തുക 3, അപ്പോൾ രണ്ടും കൂടിയിട്ട് 5 ലക്ഷം. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 1/5 എമൗണ്ട് ആണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. റിമൈനിങ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി ഓണർഷിപ്പ് നമുക്ക് നോക്കാം. ഓണർഷിപ്പ് ഓഫ് ദ ഹൗസ് ഓൺലി ആഫ്റ്റർ ദ കംപ്ലീറ്റ് പേയ്മെൻറ്റ് മെമ്പേഴ്സ്. അതായത് നേരത്തെ കേസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ മെമ്പേഴ്സിനായിരുന്നു ഓണർഷിപ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, കംപ്ലീറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാതെ മെമ്പേഴ്സിന് കൊടുക്കില്ല. കംപ്ലീറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എപ്പോഴാണോ പേ ചെയ്ത് തീരുന്നത് അപ്പോൾ മാത്രമായിരിക്കും മെമ്പേഴ്സിലേക്ക് ഇതിൻ്റെ ഓണർഷിപ്പ് അവർ കൈമാറുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആണ് കോഓപ്പറേറ്റീവ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി. ഈസിയാണ്, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ടെനൻറ്റ് ഹൗസിംഗ്. എന്താണ്, ടെനൻറ്റ് കുടിയേറ്റക്കാർ ഒക്കെ അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സൊസൈറ്റി അക്വയേഴ്സ് ഓർ പർച്ചേസ് ലാൻഡ് കൺസ്ട്രക്ട് ഹൗസസ് ആസ് പെർ ദ എസ്റ്റിമേറ്റ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഗീവ് ടു ദ മെമ്പേഴ്സ് ഓൺ റെൻറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ അഗെയിൻ സൊസൈറ്റി ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ദെൻ ഗീവ് ഇറ്റ് ടു മെമ്പേഴ്സ് ഓൺ റെൻറ്റിനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. മെമ്പേഴ്സ് എന്ത് ചെയ്യും, റിമൈൻഡ് ആണ്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് ടെനൻ്റാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ റെൻറ്റിനാണ് കൊടുക്കുന്നത്, സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്. സ്വന്തമായിട്ട് മെമ്പേഴ്സിന് സ്വന്തമായിട്ട് അവരുടെ പേരിൽ വിലക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല, റെൻറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്, സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നമ്മൾ സാധാരണ വാടകക്കൊക്കെ നിൽക്കുന്നില്ലേ ആൾക്കാർ, വാടക കെട്ടിടങ്ങളും വാടകക്കൊക്കെ നിൽക്കുന്നില്ല, അതേ ഒരു രീതി തന്നെ, അതേ സെയിം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അതായത് നിൽക്കുന്നവർ, ആ വീട്ടിൽ ആരാണോ നിൽക്കുന്നത് അവർ വാടകക്കാരനും ലാൻഡ് ലോഡ് എന്താണ്, അതായത് ആരാണോ വാടകയ്ക്ക് കൊടുക്കുന്നത് അവർ ലാൻഡ് ലോഡുമായിരിക്കും. അപ്പോൾ ഇവിടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവർ എപ്പോഴും എന്തായിരിക്കും, ടെനൻ്റ് ആയിരിക്കും, സൊസൈറ്റി ആയിരിക്കും ലാൻഡ് ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓണർഷിപ്പ് ആർക്ക് തന്നെയായിരിക്കും, സൊസൈറ്റിക്കാണ് ഓണർഷിപ്പ് ഓഫ് ദ ഹൗസ്. നെക്സ്റ്റ് ആണ് കോഓപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദ കോഓപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി ഗീവ്സ് ലോൺസ് ഫോർ റീമോഡലിംഗ്, റിനോവേഷൻ ഓർ എക്സ്റ്റൻഷൻ പർപ്പസ് ഓഫ് ഹൗസ്. അതായത് നമ്മുടെ ഓൾറെഡി നമുക്ക് ഹൗസ് ഉണ്ടെങ്കിൽ ആസ് ഓണർ എന്ന നിലയിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, ആ ഹൗസിൻ്റെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതായത് ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൗസിൻ്റെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ റീമോഡലിങ്ങിന് വേണ്ടിയിട്ടോ റിനോവേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്.
ദെൻ മെമ്പേഴ്സ് ഓണർ ഓഫ് ഹൗസ് മോർട്ട്ഗേജ് ദ ഹൗസ് ഫോർ ഗെറ്റിംഗ് ലോൺ. സോ നമ്മൾ ബാങ്കിൽ തന്നെ നമ്മൾ റിനോവേഷൻ, നമ്മുടെ ഹൗസ് റിനോവേഷന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സെക്യൂരിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഹൗസിൻ്റെ ആ ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മൾ അത് ഹൗസ് വെച്ചിട്ടാണ്, ഹൗസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ റിനോവേഷനായിട്ട് നമ്മൾ ലോൺ എടുക്കുന്നത്. അങ്ങനെ മാത്രമേ ബാങ്കുകാർ ലോൺ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അതേപോലെ ഇവിടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓണർ ഓഫ് ദ ഹൗസ്, ആരാണോ ഹൗസിൻ്റെ ഓണർ അയാളാണ് മെമ്പേഴ്സ്. അവരെന്ത് ചെയ്യും? ഈ റിനോവേഷൻ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ പേരുള്ള ആ സെയിം ബിൽഡിങ്ങിനെ തന്നെ അല്ലെങ്കിൽ സെയിം ഹൗസിനെ തന്നെ എന്ത് ചെയ്യും? സെക്യൂരിറ്റി ആയിട്ട് വെക്കും. ദെൻ ഓണർഷിപ്പ് ഓഫ് ദ ഹൗസ് ഓൾവേസ് ടു ബി മെമ്പേഴ്സ്. അതിന് ഓണർഷിപ്പ് ആർക്ക് തന്നെയായിരിക്കും? അതിൻ്റെ മെമ്പേഴ്സിന് തന്നെയായിരിക്കും. അപ്പം ഇത്രയോ ആണ് എന്ത് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഹൗസിംഗ് സൊസൈറ്റീസിൻ്റെ കാറ്റഗറീസിൽ വരുന്നത്. ഒന്ന് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, ദെൻ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, ടെനൻസി ഹൗസ് സൊസൈറ്റി, അതർ ഹൗസിംഗ് സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് സൊസൈറ്റി. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയല്ലോ? സോ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.